ഹായ് നമസ്കാരം, എൻ്റെ പേര് അപർണയാണ്. ഇതെൻ്റെ ചാനലാണ് ടാരോ വാരിയർ മലയാളം. എല്ലാവർക്കും ഈ ചാനലിൽ വെൽക്കം. ഇന്ന് ഞാൻ ടോറസിന് വേണ്ടിയിട്ട് എന്ന് വെച്ചാൽ ടോറസ് സൺ സൈൻ, മൂൺ സൈൻ, അസെൻഡൻറ്റ് സൈൻസിന് വേണ്ടിയിട്ട് നവംബർ മാസത്തിൻ്റെ മന്ത്ലി റീഡിംഗ് ആണ് ചെയ്യാൻ വന്നിരിക്കണേ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അപ്പോൾ എല്ലാവർക്കും എല്ലാ മെസ്സേജസ് ചിലപ്പോൾ ബാധിക്കില്ല. നിങ്ങൾക്ക് എന്താണ് ശരിയായി തോന്നുന്നത് നിങ്ങളുടെ ലൈഫിന് വേണ്ടിയിട്ട് ആ മെസ്സേജസ് മാത്രം എടുക്കുക, ബാക്കിയുള്ള മെസ്സേജസ് ലെറ്റ് ഗോ ചെയ്യുക. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്തില്ല വെച്ചാൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, വീഡിയോസിനെ കമൻറ്റ് ചെയ്യുക. വീഡിയോസിൽ ഇത് ചെയ്യുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ എനർജീനെ ടാപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. എനർജി ടാപ്പ് ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ ഫ്യൂച്ചർ വീഡിയോസ് റെസൊനേറ്റ് ആവാൻ തുടങ്ങുക. അപ്പോൾ ഇത് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ്, ലൈക്ക്, കോമെൻറ്റ് ചെയ്യുക. അതല്ലാണ്ട് പേഴ്സണലായിട്ട് റീഡിംഗ് നിങ്ങൾക്ക് ബുക്ക് ചെയ്യണം വെച്ചാൽ നിങ്ങൾക്ക് ചെയ്യാം. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് റീഡിങ്സ് ആണ്. അപ്പോൾ നിങ്ങൾ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ വാട്സാപ്പിൽ നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം, ഇല്ല വെച്ചാൽ ഇമെയിൽ ചെയ്യാം. അതുമല്ല വെച്ചാൽ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ കുറേ ആക്റ്റീവാണ്, അവിടെ എന്നെ ഫോളോ ചെയ്തിട്ട് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാം. എല്ലാ സ്ഥലത്തും ഞാൻ റെഗുലറായി ചെക്ക് ചെയ്യാറുണ്ട്, അപ്പോൾ ഞാൻ അവിടെ റെസ്പോണ്ട് ചെയ്തോളാം. എല്ലാം പേയ്മെൻറ്റ് ഡീറ്റെയിൽസും ഞാൻ മെസ്സേജിൻ്റെ ത്രൂ നിങ്ങൾക്ക് അയച്ചു തരും. എൻ്റെ ചാനൽ മെമ്പർ ആവണം വെച്ചാൽ അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ ഇട്ടുണ്ട്. നിങ്ങൾക്ക് ചാനലിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ചെക്ക് ചെയ്ത് ക്ലിക്ക് ചെയ്തിട്ട് ഡീറ്റെയിൽസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ നിങ്ങൾക്ക് മെമ്പർ ആവാം. അപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് നിങ്ങളുടെ റീഡിങ്ങിലേക്ക് ചെല്ലാം. എന്താണ് മെസ്സേജസ് വരണേ നിങ്ങൾക്ക് വേണ്ടിയിട്ട് നവംബർ മാസത്തിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇപ്പോൾ നിങ്ങളുടെ റീഡിങ്ങിൽ കാണാം. അപ്പോൾ ടോറസ്, നിങ്ങളുടെ നവംബർ മാസത്തിൻ്റെ മെസ്സേജസ് എന്താണെന്ന് നമ്മൾക്ക് നോക്കാം. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ 6 ഒറക്കിൾ കാർഡ്സാണ് എടുക്കാൻ പോണത് ഈ മാസം. അപ്പോൾ ആദ്യത്തെ കാർഡ് ഇവിടെ 10 ആണ്, ടെമ്പററി സിറ്റുവേഷൻ. അപ്പോൾ എന്തോ നിങ്ങളുടെ ലൈഫിൽ ഒരു സിറ്റുവേഷൻ നടക്കണ സിറ്റുവേഷൻ ഒരു ടെമ്പററി സിറ്റുവേഷൻ ആണെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയണത്. എന്താണ് രണ്ടാമത്തെ കാർഡ് ഇവിടെ? ട്രീ, അഫെയർസ് വിത്ത് യുവർ ഫാമിലി. അപ്പോൾ എന്തെങ്കിലും ഫാമിലിയുടെ കൂടെ പ്രശ്നം ഉണ്ട് വെച്ചാൽ ഞാൻ പറഞ്ഞ മാതിരി ഒരു ടെമ്പററി സിറ്റുവേഷൻ ആയിരിക്കും. അതല്ല വെച്ചാൽ എന്തോ ഫാമിലി റിലേറ്റഡ് എന്തോ ഒരു ഇഷ്യൂ ഇല്ല സിറ്റുവേഷൻ നടക്കാൻ പോകുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ ഈ മാസം. ഗ്രേപ്സ്, ടൈം ടു ഗോ ഔട്ട് ആൻഡ് ഹാവ് ഫൺ. അപ്പോൾ കുറച്ച് പുറത്ത് പോവുക, ഫ്രണ്ട്സിൻ്റെ കൂടെ ഇല്ല വെച്ചാൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക, പുറത്ത് പോവുക, കുറച്ച് എൻജോയ് ചെയ്യുക. നാലാമത്തെ കാർഡ് ഇവിടെ ചെയിൻ ഓഫ് ഇവൻറ്റ്സ് ദാറ്റ് വിൽ എഫക്റ്റ് യുവർ ലൈഫ്. അപ്പോൾ ഡെഫിനറ്റ്ലി നവംബർ മാസത്തിൽ എന്തോ നടക്കുന്നുണ്ട് നിങ്ങളുടെ ലൈഫിലൊരു എന്തോ ഒരു ഈവൻറ്റ്, ഒരു സിറ്റുവേഷൻ വരാൻ പോകുന്നുണ്ട്. കപ്പ്, യു ഷുഡ് അക്സെപ്റ്റ് വാലിഡ് ക്രിറ്റിസിസം. അപ്പോൾ ഏതോ ഒരു പേഴ്സൺ നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യണു. ബാഗ്, സംതിങ് ഇമ്പോർട്ടൻറ്റ് സച്ച് എസ് എ ന്യൂ ജോബ് ഓർ എ റേസ്. അപ്പോൾ ഒരു പുതിയ ജോലി ഇല്ലൊരു പ്രൊമോഷൻ്റെ ചാൻസസും ഉണ്ട് ഈ മാസം. അപ്പോൾ നമ്മൾക്ക് ടാരോയിൽ എന്താ മെസ്സേജ് വരണമെന്ന് നോക്കാം. ടാരോ മെസ്സേജ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ മാസത്തിൻ്റെ ഓവറോൾ എനർജി 5 of Swords ആണ്. എന്താണ് പാസ്റ്റിലെ എനർജി? പാസ്റ്റിൻ്റെ എനർജി ലവേഴ്സ്, current energy 4 of Pentacles, future energy 2 of Wands, challenge Page of Wands, advice 2 of Swords, surprise factor Chariot, outcome നിങ്ങൾക്ക് ഈ കാർഡ്. അപ്പോൾ ടോറസ് 5 of Swords ആണ് നിങ്ങളുടെ ഓവറോൾ എനർജി. ഓക്കെ, അപ്പോൾ ഈ മാസം ചില നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. എസ്പെഷ്യലി വേറെ ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ കുറേ ഇൻ്റർഫിയർ ചെയ്യണ മാതിരി ഒരു എനർജി. അതല്ല ചെയ്ത് ജോലിയുടെ സ്ഥലത്ത് കുറേ നെഗറ്റീവ് മാതിരി ഒരു ഇൻഫ്ലുവൻസ്, കുറേ ആൾക്കാർ ജലസായി ബിഹേവ് ചെയ്യണു, എന്തോ ഒരു നെഗറ്റീവ് ഒരു എനർജി ഉണ്ട് നിങ്ങളുടെ ലൈഫിൽ. ഓക്കെ, അപ്പോൾ ഇത് ചെറിയ കാര്യങ്ങൾ അതിൽ വഴക്കുണ്ടാവുക, പറഞ്ഞ വീട്ടിൽ വഴക്കുണ്ടാവുക, അങ്ങനെയും ആവാം. പക്ഷെ അതിലൊക്കെ നിങ്ങൾക്ക് ഹീലിംഗ് എനർജീസും ഉണ്ട്. അപ്പോൾ ഇതൊരു ടെമ്പററി സിറ്റുവേഷനാണ്. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ പുറത്ത് വരും എന്നാണ് യൂണിവേഴ്സ് പറയണത്. വേറെ കുറേ ആൾക്കാരുടെ കൂടെ നിങ്ങൾ ടീമിൽ ജോലി ചെയ്യണ എനർജി കാണാണ്ട്. അപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ ഇല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിയുടെ കൂടെ നിങ്ങൾ ചേർന്നിട്ട് ഏതോ ഒരു പ്രോജക്റ്റ് ഇല്ലെങ്കിൽ എന്തോ നിങ്ങൾ അവരുടെ കൂടെ ചേർന്നിട്ട് എന്തോ ഒരു കാര്യം ചെയ്യാൻ
ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അതിലാണ് കൂടുതലും ഇങ്ങനെ വഴക്കുണ്ടാവണത്. ഓക്കെ, അപ്പോൾ വേറെ ആൾക്കാരുടെ കൂടെ റിലേഷൻഷിപ്സ് കുറച്ച് സൂക്ഷിക്കണം ഈ മാസം. ലവേഴ്സ് എനർജിയാണ് പാസ്റ്റിൽ, ജെമിനൈ എനർജി. അപ്പോൾ പാസ്റ്റിൽ ഞാൻ കാണുന്നത് ഒരു സോൾമേറ്റ് കണക്ഷനാണ്. ഈ റിലേഷൻഷിപ്പിൽ ഞാൻ കുറേ ഹാപ്പിനെസ്സാണ് കാണുന്നത്. ഓക്കെ, ഇത് പാസ്റ്റ് എനർജിയാണ്. പക്ഷെ എന്തോ ഇവിടെ ഒരു ചോയ്സ് ഉണ്ടായി നിങ്ങളുടെ ലൈഫിൽ, നിങ്ങൾക്കൊരു ചോയ്സ് എടുക്കേണ്ടി വന്നു. ഇപ്പോൾ രണ്ടാൾക്കാരുടെ ഇടയ്ക്ക് ഒരു ചോയ്സ് ആവാം, അതല്ലച്ചാൽ 2 ഓപ്ഷൻസ് ഉണ്ടായിരുന്നു നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് എന്തോ എൻഡായിട്ട് പുതിയ ബിഗിനിങ്ങിലേക്ക് പോകണു. അപ്പോൾ എന്തോ തീർന്നു നിങ്ങളുടെ ലൈഫിലൊരു റിലേഷൻഷിപ്പ് എൻഡായി, ഇല്ലച്ചാൽ എന്തോ ഒരു റിലേഷൻഷിപ്പിൽ ഒരു പുതിയ തുടക്കം. ഓക്കെ, എന്തോ അങ്ങനെ ഒരു എനർജി ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ മാസം നിങ്ങൾ കുറച്ച് റിസർവ്ഡ് ആയിട്ടാണ് ഇരിക്കണത്. പൈസയുടെ കാര്യത്തിലും നിങ്ങൾ അത്ര ചിലവാക്കാണ്ട് ശ്രമിക്കണു ഈ മാസം. ഇതിൻ്റെ മുമ്പേ കുറേ ചിലവ് ഉണ്ടായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കാം. പക്ഷേ ഹെൽത്ത് വൈസും കുറച്ച് സൂക്ഷിക്കണം. ഈ മാസം മൊത്തം നിങ്ങൾ ഒരു ലോ എനർജിയിലാണ്. ഓക്കെ, അങ്ങനെ അത്ര ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്ത് പോകണില്ല, ഫാമിലിയുടെ കൂടെ ഇൻട്രാക്ഷൻ ഇല്ല, പാർട്ട്ണറുടെ കൂടെ ഇൻട്രാക്ഷൻ ഇല്ല. അവിടെ എന്തോ ഒരു സെപ്പറേറ്റഡ് എനർജി കാണാണ്ട്. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ ഹാപ്പി അല്ല, ആ സിറ്റുവേഷനെ നിങ്ങളുടെ ലൈഫിൽ എൻഡ് ആവണു. അപ്പം അതിനെ വിട്ടിട്ട് നിങ്ങളൊരു പുതിയ തുടക്കത്തിലേക്കാണ് പോണത്. ചിലവർക്ക് ഇത് ജോലിയുടെ കാര്യമാവാം, നിങ്ങൾ ജോലി വിട്ട് വേറെ ജോലിക്ക് ശ്രമിക്കണു, അങ്ങനെയും ആവാം. അപ്പോൾ ഫ്യൂച്ചറിൽ ഞാൻ കാണുന്നത് 2 ഓഫ് വാൻഡ്സ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ പ്ലാൻ ആണ് ചെയ്യണത്. ഇപ്പോൾ എന്താ നെക്സ്റ്റ് സ്റ്റെപ്സ് ഞാൻ എടുക്കേണ്ടത്, എന്താണ് എനിക്ക് അടുത്ത് എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ 8 ഓഫ് പെൻറ്റിക്കിൾസ്, നിങ്ങൾ കുറേ ഒരു ഹാർഡ് വർക്കിംഗ് എനർജിയാണ് കാണുന്നത്. 9 ഓഫ് വാൻഡ്സ്, എന്തെല്ലോ നിങ്ങൾ കുറേ ഫോക്കസ് ചെയ്ത് അത് ശരിയാക്കാൻ നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലവർ ഒരു പുതിയ കോഴ്സ് ജോയിൻ ചെയ്യുന്നുണ്ടാവും, ഇല്ലച്ചാ ഒരു പുതിയ ജോലിയിൽ പുതിയ പ്രോജക്റ്റ് ജോയിൻ ചെയ്യുന്നുണ്ടാവും. അതുമല്ലച്ചാ എന്തോ ഒരു പഠിക്കാൻ നോക്കുന്നുണ്ടാവും, എന്തോ നിങ്ങളുടെ സ്കില്ലിനെ ശരിയാക്കാൻ നോക്കുന്നുണ്ടാവും, വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യുന്നുണ്ടാവും. ഇതൊക്കെ നിങ്ങൾ ചെയ്യണത് എന്താ വെച്ചാൽ ആക്ച്വൽ ഇഷ്യൂവിൽ നിങ്ങൾക്ക് കൂടുതൽ ഇൻവോൾവ് ആവേണ്ട. അതുകൊണ്ടാണ് നിങ്ങൾ ഒരു ഡിസ്ട്രാക്ഷന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. നിങ്ങളുടെ മനസ്സിൽ ആക്ച്വലി ഒരു പേടിയാണ്, ഞാൻ വേറെ ഇല്ല ഇഷ്യൂവിൽ ഞാൻ കൂടുതൽ ഇൻവോൾവ് ആയാൽ അത് ചിലപ്പോൾ വർക്കൗട്ട് ചെയ്യില്ല, ഇല്ല എന്തോ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് ഫേസ് ചെയ്യാൻ ഒരു പേടി. അപ്പോൾ അതാണ് ഞാൻ കാണുന്നത്. നിങ്ങൾ ഒരു കാര്യത്തിൽ തന്നെ കുറേ എഫേർട്ട് ഇട്ട് അതിൽ തന്നെ നിങ്ങളുടെ എനർജിയും എഫേർട്ടൊക്കെ അതിൽ തന്നെയാണ് ഇടണത്. വേറെ ഒരു കാര്യത്തിലും നിങ്ങൾക്ക് ഇൻട്രസ്റ്റും ഇല്ല, ഫോക്കസും ഇല്ല. അപ്പോൾ പേജ് ഓഫ് വാൻഡ്സ് ആണ് നിങ്ങളുടെ ഏറ്റവും വലിയ ചാലഞ്ച്. ഈ മാസം ഒരു ഫയർ സൈൻ ചാലഞ്ചായിട്ട് ആവാം. നിങ്ങൾക്ക് ചാലഞ്ചായിട്ടായിരിക്കും ഈ പേഴ്സൻ്റെ കൂടെ നിങ്ങളുടെ റിലേഷൻഷിപ്പ് കുറച്ച് ചാലഞ്ചിങ് ആവാം. ഇതൊരു കുട്ടിയുടെ എനർജി ആവാം, ഒരു ചെറിയ കുട്ടിയുടെ എനർജി ആവാം. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ്, ഇവിടെ ഒരു പുതിയ തുടക്കം ഞാൻ കാണുന്നുണ്ട്, ഒരു പുതിയ സ്റ്റേബിൾ ബിഗിനിങ്. പക്ഷെ കുറേ സമയം എടുക്കുന്നുണ്ട്. ഈ ബിഗിനിങ് ഉണ്ട്, ഒരു പുതിയ തുടക്കമുണ്ട്, പക്ഷെ അത് പിന്നെ മുമ്പോട്ടേക്ക് പോകണത് കുറേ നിങ്ങൾക്ക് അതിൽ എഫേർട്ട് ഇടേണ്ടി വരുന്നുണ്ട്. അത് മാത്രമല്ല കുറേ സ്റ്റാഗ്നൻ്റ് ഒരു എനർജിയും കാണാണ്ട്. സ്റ്റെബിലിറ്റി ഉണ്ട്, പക്ഷെ അത് മുമ്പോട്ട് നിങ്ങൾക്ക് വേണ്ട മാതിരി പോകണില്ല. അപ്പോൾ അത് കുറച്ച് ഫ്രസ്ട്രേറ്റിംഗ് ആവാം നിങ്ങൾക്ക് വേണ്ടി. 2 ഓഫ് സോഡ്സ് ഇവിടെ അഡ്വൈസ്. യൂണിവേഴ്സ് പറയുന്നത് എന്താ വെച്ചാൽ ഈ സമയത്ത് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയുണ്ടാവില്ല. പക്ഷേ ഈ സ്റ്റെപ്പ് എടുത്തുകൊണ്ട് മുമ്പോട്ട് പോവുക, ചെറിയ സ്റ്റെപ്സ് എടുക്കുക, മുമ്പോട്ട് പോവുക ലൈഫിൽ. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയണില്ല വെച്ചാൽ കുറച്ച് കൂടുതൽ ഇൻഫർമേഷൻ എടുക്കുക. അവിടെ ഓൺലൈൻ പോവുക, ഓൺലൈൻ ഇൻഫർമേഷൻ എടുക്കുക. ഇല്ലച്ചാൽ ഒരു പേഴ്സണെ കുറിച്ച് കൂടുതൽ അറിയാൻ നോക്കുക. എവിടെയെങ്കിലും വേറെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടെച്ചാൽ അവരുടെ ത്രൂ എന്തെങ്കിലും ഇൻഫർമേഷൻ എടുക്കുക. അപ്പോൾ ഞാൻ കാണുന്നത് ഇവിടെ യൂണിവേഴ്സ് നിങ്ങളോട് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ വോയിസ് ആണ് കേൾക്കാൻ പറയണം ഈ മാസം. എന്താ വെച്ചാൽ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ നിങ്ങളെ ശരിയായി ഗൈഡ് ചെയ്യും. ഞാൻ ഇവിടെ ഹിഡൻ ഫാക്ടറിൽ കാണുന്നത് ചാരിയറ്റാണ്. ട്രാവൽ എനർജിയാണ് ചാരിയറ്റ്. പക്ഷേ ചാരിയറ്റ് സക്സസിൻ്റെ എനർജിയും കൂടിയുമാണ്. കുറേ അബണ്ടൻസ് നിങ്ങളുടെ ലൈഫിൽ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ പൈസയുടെ വരവുണ്ട്. ഓക്കെ, കുറേ ഒരു ബോണസ് മാതിരി
എനർജി കാണാണ്ട്. ഫാമിലി സ്റ്റെബിലിറ്റിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ വരും. പക്ഷെ നിങ്ങൾക്ക് കുറച്ച് പേഷ്യൻ്റ്ലി വെയിറ്റ് ചെയ്യാനാണ് യൂണിവേഴ്സ് പറയണത്. ശരിയായ സമയത്ത് എല്ലാം ശരിയാവും. ഓക്കെ, ഔട്ട്കം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡെത്താണ്. അപ്പോൾ ഈ മാസം ഒരു വലിയ ചേഞ്ച്, ഒരു വലിയ മാറ്റം വരണ മാസം തന്നെയാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിന് വിട്ടു പോണു, ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫിന് വിട്ടു പോണു. പക്ഷെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോണ സമയം ഒരു പുതിയ തുടക്കമാണ്. 2 of Pentacles. നിങ്ങൾ കുറേ ഇംബാലൻസ്ഡായി ഫീൽ ചെയ്യും. പക്ഷെ നിങ്ങൾ വെയിറ്റ് ചെയ്യണ കാര്യം നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വരും. എന്തോ ഒരു റിവാർഡിന് വേണ്ടിയിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, ഇല്ലെങ്കിൽ എന്തോ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യായിരുന്നു. ഇപ്പോൾ ആ സമയം വന്നിരിക്കണു. നിങ്ങളുടെ ലൈഫിലൊരു പുതിയ ചേഞ്ച്, ഒരു പുതിയ തുടക്കം ഞാനിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഒരു വലിയ ഇമ്പോർട്ടൻറ്റ് മാസമാണ് ഇത് ടോറസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇത് റെസൊനേറ്റ് ചെയ്തു വെച്ചാൽ കമൻറ്റ്സിൽ ബോണസിന് എഴുതുക. അപ്പോൾ എനിക്ക് ബോണസ് ചെയ്തിട്ട് ഇതിൽ കൂടുതൽ ക്ലാരിറ്റി കിട്ടാൻ ഞാനൊരു വേറെ ബോണസ് റീഡിങ്ങും ഇടും. അപ്പോൾ ബോണസ് എന്ന് പറഞ്ഞ കമൻറ്റ്സിലിടുക. ലൈക്ക് ചെയ്യുക ഈ വീഡിയോനെ, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഈ ചാനലിന്. നിങ്ങൾക്കൊരു പേഴ്സണലായി റീഡിങ് വേണം വെച്ചാൽ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ സ്ക്രീനിലുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ഞാൻ തിരിച്ചു വരും വേറൊരു റീഡിങ് കൊണ്ടുവന്നാൽ. അതുവരെ ടേക്ക് കെയർ, ഓൾ ദ ബെസ്റ്റ്.